ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാൻ വേറെയല്ല. പിന്നെ താനാരാ? ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോൻ. ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. വരണം വരണം, ഇരിക്കണം. കമോൺ ജോയിൻ us. നമ്മളൊക്കെ മേനന്മാരാ. ഇവിടെ ഇരിക്കേ. ആ കുപ്പിയും കിടക്ക്. ഒരു പെഗ് വീണം മിസ്റ്റർ ഗോപിനാഥ മേനോൻ. വി ആർ ഓൾ മേനോൻസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേനോനാണ് ഞാൻ. ആടിക്ക് മേനോനെ? ഞാൻ കഴിക്കാറില്ല. നോനോ, ഇന്ന് മേനന്മാരെ കുടിക്കുന്ന ദിവസാ. അതുകൊണ്ട് ഈ മേനോനും കുടിക്കണം. വേണ്ടായിരുന്നു. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കാം. നോനോ, മേനോ ഞങ്ങൾ ഗസ്റ്റാ. അത് പറ്റില്ല. നിങ്ങളെല്ലാം എന്റെ ചീഫ് ഗസ്റ്റാ. പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ വിചാരിച്ചാണ് ഈ ചിന്ന ഗോപിനാഥ മേനോന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലെന്ന്. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ക്യാഷ് പ്ലന്റി, ബണ്ടിൽ മണി പോക്കറ്റ്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്. പണം വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ചാക്കി കെട്ടിയാ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫിലിം ബോക്സിനെ വിശ്വസിക്കാനേ പാടില്ല. അതിനകത്ത് നിറയെ കാശ് കാണും. I am very Kunnath house family. One father, one mother, one sister. We are all brothers. India is my country. All Indians are my brothers and sisters. Twinkle, twinkle, little star. How I wonder what you are. നീ എന്താ ഇങ്ങനെ ധൃതി കൂട്ടണേ? താങ്ങാൻ പറ്റുന്നില്ല. ഈ വാൻ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടുമല്ലെന്ന് നിനക്കറിയോ? എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ളതിന് വെള്ളം അടിച്ച് പൂസ. ഞാൻ കുടിച്ചല്ല, അവന്മാർ എന്നെ കുടിപ്പിച്ചതാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഫിറ്റല്ല സംസാരം. നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല അവിടെ വല്ല പാമ്പുണ്ടാവും. പേടിക്കണ്ട, എഴുതിന്തുക്കൾ എന്നെ ഒന്നും ചെയ്യില്ല. പെട്ടെന്നാട്ടെ, യക്ഷയും പ്രേതമൊക്കെ ഉള്ള സ്ഥലമാ. യക്ഷോ മാറണോ ആരും വന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. ഒന്ന് വേഗം വാ. ഇതാണ് കുടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയണത്. കുടിച്ചാ സ്റ്റാമിന പോകും. നമ്മൾ പണം വെച്ചിരുന്ന ചാക്ക് മാറിപ്പോയോ? നമുക്ക് ആകാംക്ഷ ഫിലിംസ് വരെ പോണം. എന്താണ് മാമൻ കുഴൽപ്പണം പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫിലിം കമ്പനി വാങ്ങാൻ പോണം? 40 ലക്ഷവുമായി കടന്നു കളഞ്ഞവര് ആകാംക്ഷ ഫിലിംസിലെ ജോലിക്കാരാണെന്ന്. എന്നാ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്ക്. ഞാനിവിടെ ഒന്ന് എഴുന്നേക്കട്ടെ. ഞാനിപ്പോ സർട്ടിഫിക്കറ്റിലാണ്. എന്താ? ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി, നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരെ വെളുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? ഉച്ചമുതലാളി വേഗം വാ. ഓക്കെ. എന്താ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമന് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ലേ? പുന്നാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. നിങ്ങൾ വരണ്ട. നിങ്ങളെ കണ്ട ചിലപ്പോ അവന്മാർ മുങ്ങിക്കളയും. ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ ജീപ്പിനുള്ളിൽ കയറി ഇരുന്നോളൂ. ഓക്കെ? അതെ. ഉത്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉത്കണ്ഠ ഫിലിംസോ? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നേ. ഉത്കണ്ഠ. മനസ്സിലായി? ഉത്കണ്ഠയില്ല.
ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചത് ഉത്കണ്ഠ ഫിലിംസ് അല്ലേ? ഉത്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം കൊള്ളാം. നിങ്ങളാരാ? നമ്മളാരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ്. ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്. അഡൽസ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുന്നുണ്ട്. ഇനി അധിക നാൾ ഇക്കിളി കൂട്ടൂല. തന്നെ ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ 2 റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. 2 ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്നാ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. അവന്മാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേര്. ആര് വന്നെന്ന് പറയണം. സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. പോലീസ് ചെക്കിങ്. വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. ഒരു മിനിറ്റ്, എന്താ പ്രശ്നം? കള്ളക്കടത്തുമായി ഒരു കാർ ഇതുവഴി വരുന്നുണ്ടെന്ന് പോലീസിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചെക്കിങ് നടക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യാ? സകല ദൈവങ്ങളെ നീ വിളിച്ചു. ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും നീ അറിയണ്ട. അല്പ ഗ്യാപ്പ് കിട്ടിയ നീ വണ്ടി എടുത്തോണം. നമുക്ക് വൈകുന്നേരം ചേരി വെച്ച് കാണാം. ബോബി, ഞാൻ പറയുന്നു. ഒന്നും പേടിക്കണം, വണ്ടി എടുത്തോ. ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറെ ഒന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. വാട്ട് യു മീൻ സാർ? പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാണ്? സാർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് അകപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം. ഇറക്കാൻ സാർ, ഇവൻ കള്ളക്കടത്തുകാരനാണ് സാർ. ഇവൻ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. സാർ, കള്ളക്കടത്ത് സാറിനെ അറിഞ്ഞിട്ടുണ്ട്. ഇവൻ രാജാവിന്റെ മകനാണ്. സാർ, പിടിച്ചോളൂ. ഓടിയോട്ടെ, ഒറിജിനൽ സ്റ്റാഫാണ് സർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനോൻ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ, അതൊരു അബദ്ധത്തില് അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് കള്ളക്കടത്തുകാരെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ പിടിച്ച് ജീപ്പേ കയറ്റു. സർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പ് ആയിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സർ, അയാളെ കാണാനില്ല. ഹലോ. ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളായ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതാ ഇപ്പൊ പേടി. എന്താ പ്രശ്നം? ദൈവത്തിനറിയാം, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ നിനക്ക് വിചാരിച്ചു. അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ, നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു, എനിക്കാ? എണ്ണത്തിനെങ്കിലും മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. ഈയെടാ. ഈ തള്ള ദേ നാട്ടുകാരെങ്കിലും കണ്ടാ പോ. അയ്യോ. നീ എന്താ ആവരേച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരള എന്റെ വണ്ടിയിൽ എടാ, എടാ. ആ ഭൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയിലിളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്നോടിയത്. സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്.
ഇല്ലെങ്കിൽ പാപ്പച്ചേട്ടൻ നാറും നമ്മളും നാറും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ, പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ, ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡി ആണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി, എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. ആരാടാ അവിടെ പെട്ടി കൊണ്ടുവച്ചത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. പറയടാ. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൈ പെട്ടിയിരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. ഇങ്ങോട്ട് മാറിയിക്കടോ. നീ താനാണോ എന്റെ റെപ്രസെന്റേറ്റീവ്? ഞാനല്ല സാർ. പിന്നെ ആരാ? അവരും എനിക്ക് പോയിരിക്കാൻ വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയെടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേഗം രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്. ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിന് എന്നാ പേടിയെന്ന് പറയുന്നത്? അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിങ്സ് വ്യത്യാസമുണ്ട്. എടാ, പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അകത്ത് പോകും. അവന്മാരല്ലേ അത്? അതെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നേം നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട. പിടിച്ചാൽ രണ്ടും അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അവന്മാരുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. അത് മാത്രമല്ല, വരുന്നുണ്ട്, തുടങ്ങി. നോക്കി വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ലെന്ന്. ആരാടാ പൊട്ടൻ? നീ അല്ല, ഞാൻ അങ്ങോട്ട് നീ. ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല. പട്ടി ഇവനെന്റെ മാല പൊട്ടി ചോരാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ. പോയി സാർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സാർ. പേര് പ്രസാദ്. അനയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ, വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അന്യനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, ദാ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. ആരാ ഇത്?
എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി, എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. അനിയ ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ? ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ. അവൻ തന്നെ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, 25ാം ജന്മദിനം. സിൽവർ ജൂബിലി യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് സീമ മദ്യം. യാ, with tears. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയല്ലേ? ഇവനാണ് ആകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുടക്കുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുങ്ങി നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. പതുക്കെ പറയടാ, വെള്ളം അടിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് പിടിച്ച. എന്താ നിന്റെ പരിപാടി? എടാ, എന്താ നിന്റെ പരിപാടിന്ന്? കുറച്ചു നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിനെ അന്വേഷിച്ച ആളൊന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഹലോ, നമ്മളാണോ വിളിച്ച? എനിക്കറിയില്ല. മാന്യമായി അവമാനിച്ചോണ്ടല്ലോ. കൂടുതൽ ഒച്ച ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ. കൈ തറ പട്ടി. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞാൻ പറയാം. നിങ്ങൾ ഫിലിം പെട്ടിയുമായി വന്നന്ന് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ച എന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ലത്. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? അയക്കി കാശാണല്ലോ. എടാ, ഇത് നോട്ട് കിട്ടുന്നതാണല്ലോടാ. ഇതുവല്ല കള്ളനോട്ടിലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല, നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതി? പപ്പാതി ആശാനെ. ഒരുമാതിരി ഓടാ പട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇത് ആർക്ക് വേണം? എനിക്ക് എന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിളേർ കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറഞ്ഞത് കേട്ടാ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യട? എന്തോ ചെയ്യുന്നു ഇനി എന്റെ സോമർ. എടാ, ഇതൊന്നൊരു ചില്ലി കാശ് പോലും എനിക്ക് തരില്ല. വീട്ടിൽ പോലെ വീട്ടിൽ പോകാം. സമ്മതം വേണോ? ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. വരട്ടെ. ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്?
ഹലോ ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ പടം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്ന ഇടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പെറ്റി കേസിൽ ഇനി ഒരു കണ്ണി പോലും ബാക്കി ഉണ്ടാവരുത്. 3 എണ്ണത്തിന് തട്ടേര. പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? അറ്റാക്ക്. കള്ള ജ്യേഷ്ഠ, ഈ കേസിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ലല്ലേ? അവിടെ നിൽക്കണം. മിസ്റ്റർ ഗോപിനാഥൻ, നിങ്ങളല്ലേ അന്ന് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഞങ്ങൾ സഹായിച്ചത്? അതെ സർ. സാർ ഇത് എന്റെ ഫ്രണ്ട് രാംസൺ. ഞങ്ങൾ രണ്ടുപേരും കള്ളക്കടത്തുകാർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹലോ. ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ. ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. സ്വാമി, എന്നെ അല്ല പൊക്കൊണ്ടത് അവനെ.